ഫേസിൽ കൺസീലർ യൂസ് ചെയ്യുന്ന സമയത്ത് അണ്ടർ ഐസിൽ ഭയങ്കര ഗ്രേ ആയിട്ടും ഭയങ്കര ക്രീസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് വീഡിയോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻസൈറ്റ്സിന്റെ ഈ ഒരു കൺസീലർ കറക്റ്റർ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഹോൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ ഉണ്ടല്ലോ കണ്ണിന്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് വിച്ച് ലീഡ്സ് ടു ക്രീസിങ് ഈസ് കുറെ എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിപ്പം ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ കുറെ തേക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ബിൽഡ് ചെയ്ത് പോവാണ് ചെയ്യേണ്ടത്. ഡാർക്ക് സർക്കിൾസ് മാത്രമല്ല, നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇവിടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അധികം ഇത്രയും വിസിബിൾ ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഇല്ല, കുറച്ചുള്ളെങ്കിൽ ഗോ ഫോർ ദിസ് പീച്ച് കളർ കറക്റ്റർ. സി കളർ കറക്ഷന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനിയാണ് കൺസീലിംഗ്. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാലറ്റിന്ന് നമ്മുടെ സ്കിന്നിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യാം. വെൻ യു ക്യാൻ യൂസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, പതുക്കെ ബ്ലെൻഡ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എമൗണ്ട് എടുക്കുക, കുറെ എമൗണ്ട് എടുക്കരുത്. ചില സമയത്ത് എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പം ഞാൻ ഫേസിലും ഇതിൽ എൻ്റെ ക്ലോസസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഗോ ഫോർ ദി പീച്ച് വൺ യൂസ് ചെയ്തിട്ടുള്ള സൈഡിലും കൂടെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ അധികം ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ കൺസീലർ തന്നെ യൂസ് ചെയ്യാം. ബിൽഡബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു കൺസീലർ പാലറ്റിന് വന്നിട്ടുള്ളത്. സി ഇവിടുത്തെ പാടൊക്കെ ടു ഹൈഡ് ഇറ്റ് വിത്ത് ദിസ് കൺസീലർ ഓൺലി. സി ഇറ്റ്സ് ഗോൺ, കംപ്ലീറ്റ്ലി ഗോൺ. ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് ഇത് പീച്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് കൺസീലർ ഹാസ് എ ക്രീമി ടെക്സ്ചർ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലൂസ് പൗഡർ എടുക്കാം, ആയിട്ടുള്ളത് കയ്യിൽ കളയാം ആൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീസിങ് ഒഴിവാക്കുകയും ചെയ്യാം, ലാസ്റ്റിങ് കൂടുകയും ചെയ്യും. പിന്നെ ദിസ് ഇസ് ഗിവിങ് ഒരു മൊത്തത്തിലൊരു മാറ്റ് ഫിനിഷ് ആഫ്റ്റർ യൂസിങ് ദ പൗഡർ. അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതൊന്നും ഹൈഡ്രേറ്റ് ആയ പോലെ ആക്കാം. പിന്നെ യൂസിങ് ദിസ് പാലറ്റ് ഫോർ മോർ ദാൻ 6 months. ഐ തിങ്ക് ഈ ഒരു ബഡ്ജറ്റിൽ ദിസ് പാലറ്റ് ഇസ് റിയലി ഗുഡ് ആൻഡ് ഇഫ് യു ആർ എ ബിഗിനർ യു ക്യാൻ കംപ്ലീറ്റ്ലി റിലൈ ഓൺ ദിസ് വൺ. ആൻഡ് ലാസ്റ്റ് തിങ്, വി ആർ ഹ്യൂമൻസ് റൈറ്റ്? അപ്പോൾ നമ്മുടെ ഫേസിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. സോ നമ്മളിപ്പോൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ റൈറ്റ് ടെക്നിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ കണ്ണിൻ്റെ അടിയിൽ ക്രീസിങ്ങും മേക്കപ്പ് നല്ലപോലെ ആവാണ്ടൊക്കെ വരുന്ന ദിവസങ്ങളുണ്ട്. ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് അതിൻ്റെ റൈറ്റ് ടെക്നിക്കും കാര്യങ്ങളൊക്കെ കിട്ടണത്. സോ എനിക്ക് അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി.